15 വർഷങ്ങൾക്ക് മുമ്പ് 2010 മാർവലിനെ ഡിസ്നി വാങ്ങുന്ന സമയത്ത് ആകെ മാർവലിനുണ്ടായിരുന്ന വാല്യൂ എന്ന് പറയുന്നത് വെറും $4 ബില്യൺ ആയിരുന്നു. 15 വർഷങ്ങൾ കഴിഞ്ഞിട്ട് 2025 ഇപ്പോൾ ജനുവരി 2 നിൽക്കുന്ന സമയത്ത് മാർവലിൻ്റെ ആ ഒരു വാല്യൂ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ജസ്റ്റ് നിങ്ങൾ ഗസ് ചെയ്യുക. ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് $50 ബില്യൺ ഇപ്പം മാർവലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. 15 വർഷം കൊണ്ടാണ് 4 ബില്യൺ എന്ന് ഞാൻ 50 ബില്യണിലേക്കുള്ളൊരു വളർച്ച. അത്രയധികം സിനിമകളും സീരീസുകളും ഇറങ്ങി ഇതിനിടയ്ക്ക് കുറേ ഡൗൺഫോളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എസ്പെഷ്യലി ഇപ്പോൾ കുറേ നാളായിട്ട് മാർവലിൻ്റെ ഡൗൺഫോളാണ്. ഈ മൾട്ടിവേഴ്സ് സാഗ എന്ന് പറയുന്ന സാധനം വന്ന സമയത്ത് ഇൻഫിനിറ്റി സാഗ കഴിഞ്ഞ് മൾട്ടിവേഴ്സ് സാഗയിലാണ് മാർവലിനൊരു ഡൗൺഫോൾ ഉണ്ടായത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന മ്യൂട്ടൻറ്റ് സാഗയിൽ പഴയ ഒരു മാർവലിനെ കാണാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. അതേപോലെ തന്നെ ഡൂംസ് ഡേ വരുന്നുണ്ട്, സീക്രട്ട് വാർ വരുന്നുണ്ട്, സ്പൈഡർമാൻ വരുന്നുണ്ട്. പലരും സ്റ്റോറി തീർന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. മാർവൽ ഇടയ്ക്കിടയ്ക്ക് നല്ല സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം ഒറിജിനൽ കോമിക്സിൽ നിന്നും അല്ല ഇപ്പോൾ സിനിമയാവുന്നത്. പല സിനിമകളും ഈ സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുകയാണ്. കോമിക്സ് ക്യാരക്ടേഴ്സിനെ മാത്രം എടുത്തിട്ടാണ് സിനിമ ചെയ്യുന്നത്. കോമിക്സിലെ ഒറിജിനൽ സ്റ്റോറി ഒന്നും വെച്ചിട്ടല്ല ചെയ്യുന്നത് എന്നൊരു സത്യമാണ്. എന്തായാലും മാർവലിൻ്റെ ഒരു വളർച്ച ഭയങ്കര വലുതായിരുന്നു. അത്രയും, അതായത് ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ല എന്നൊരു ഫ്രാഞ്ചൈസി ഇത്രയും വലിയ വേൾഡിൽ തന്നെ വലിയൊരു സിനിമാറ്റിക് യൂണിവേഴ്സായി മാറിയതാണ് മാർവൽ.